നമ്മൾ ഉണ്ടാക്കുന്ന രസത്തിനെ ഒരു രസമില്ല എന്നിനി ഞാനും പറയില്ല കേട്ടോ. നല്ല എരിവും പുളിയും ഉപ്പും മധുരവും ഒക്കെ ചേർന്നിട്ട് നല്ലൊരു അടിപൊളി രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ജീരകം, കുരുമുളക്, 2 ഉണക്കമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇവ ഇത്രയും ഒരു മൺചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കരിയാൻ പാടില്ല കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വേണം ചൂടാക്കി എടുക്കാൻ. അപ്പോൾ നല്ലൊരു മണം വരും. അപ്പോഴേക്കും തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു മൺചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക്, ഉലുവ എന്നിവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് നേരത്തെ ചതച്ച് വെച്ചില്ലേ ആ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ ആണ് കേട്ടോ. 2 പഴുത്ത തക്കാളിയാണ്, നല്ല വലിപ്പമുള്ള തക്കാളിയാണ്. മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അത് ഒരു ചെറു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി 1/4 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്ത് അതും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് 5 മുതൽ ഒരു 8 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് കായപ്പൊടിയും പിന്നെ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനിയില്ലേ അതോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇമ്മ്യൂണിറ്റിക്കും ഹെൽത്തിനും ഒക്കെ ഒരുപാട് നല്ല ഈ രസം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ബൈ.